സർക്കാർ രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ ചേരുന്നു. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായാണ് ചർച്ച. സിനിമാ കോൺക്ലേവ് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്ന് സമിതി അധ്യക്ഷൻ ഷാജി എൻ കരുണും ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാൻ പ്രേംകുമാറും പറഞ്ഞു. നവംബറിലാണ് ഉദ്ദേശിച്ചത്. അന്ന് കേരളീയമുണ്ട്, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിലിം ഫെസ്റ്റിവലുണ്ട്. അപ്പം സിനിമാക്കാരെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു സന്ദർഭമാണ്. അതുമാത്രമല്ല, ഡിസംബർ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് ചില ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് സർക്കാരുമായിട്ട് തീരുമാനിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തിയോഫിനുണ്ട്. തിയോഫിൻ, സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗമാണ് ചേരുന്നത്. വിശദാംശങ്ങൾ. ബിനു, കൊച്ചിയിൽ താജ് വിവാൻ്റെ ഹോട്ടലിലാണ് യോഗം ചേരുന്നത്. സമിതിയുടെ യോഗം 11 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. കൃത്യമായി തന്നെ രാവിലെ നേരത്തെ തന്നെ സമിതിയുടെ അധ്യക്ഷൻ ഷാജി എൻ കരുൺ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും ഇവരുടെ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായി യോഗം നടക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനാ പ്രതിനിധികളെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട, അതായത് ഇവർക്ക് എന്താണ് പറയാനുള്ളത്, ഈ പുതിയ സിനിമാ നയവുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പരിഗണനയിലേക്ക് എടുക്കണം എന്ന കാര്യങ്ങൾ കൂടി, അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത ശേഷം ഈ കാര്യങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ചെയർമാൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്, ഷാജി എൻ കരുൺ പറഞ്ഞത്. ഇതിൻ്റെ തുടർച്ചയായി മറ്റ് സംഘടനാ പ്രതിനിധികളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ യോഗം നടക്കും. അതോടൊപ്പം തന്നെ സിനിമാ കോൺക്ലേവ്, സർക്കാർ ഒരു സിനിമാ കോൺക്ലേവ് നിശ്ചയിച്ചിട്ടുള്ളത് നവംബർ മാസമാണ് ആദ്യം പരിഗണനയിലുണ്ടായിരുന്നത്. ഈ ഒരു കോൺക്ലേവ് നീട്ടിവെക്കുന്ന ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് എന്ന് ചെയർമാൻ ഷാജി എൻ കരുൺ പറയുകയുണ്ടായി. കാരണം ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കാനുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഒട്ടേറെ സിനിമാ പ്രവർത്തകർക്ക് ഒരു പക്ഷേ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരും എന്ന ഒരു കാര്യം സിനിമാ പ്രവർത്തകർ നിരവധി പേർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാര്യം ആലോചന പരിഗണനയിലുണ്ട്. ഇത് സർക്കാരിനോട് കൂടി അറിയിച്ച ശേഷം സർക്കാരിൻ്റെ തീരുമാനം കൂടി പരിഗണിച്ചാവും ഈ കോൺക്ലേവ് നീട്ടിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന. ഇക്കാര്യം എന്തായാലും സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ സിനിമാ നയ രൂപീകരണ കാര്യത്തിൽ ഒരാളെയും സിനിമാ മേഖലയിലുള്ള ആരെയും ഒഴിവാക്കി നിർത്തില്ല. AMMA സംഘടന ഉൾപ്പെടെ താരങ്ങളുടെ സംഘടനയും ടെക്നീഷ്യന്മാരുടെ സംഘടനയും നിർമ്മാതാക്കൾ, വിതരണക്കാർ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള എല്ലാവരെയും പരിഗണിച്ചായിരിക്കും ഒരു പുതിയ നയത്തിന് രൂപീകരണം നൽകുക. ആരെയും സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തില്ല എന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും അറിയിച്ചിരുന്നു. ഇതിനിടെ മാക്ട ഫെഡറേഷൻ ഭാരവാഹികൾ പ്രതിഷേധവുമായി ഈ യോഗ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ബൈജു കൊട്ടാരക്കര അടക്കമുള്ളവർ വന്നത് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ്. ഈ യോഗത്തിലേക്ക് തങ്ങളെ വിളിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണൻ തൊഴിൽ നിഷേധത്തിൻ്റെ പേരിൽ, അതായത് സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ ആരോപണ വിധേയനായി കേസ് നേരിടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഈ ചർച്ച അല്ലെങ്കിൽ ഈ നയരൂപീകരണ സമിതിയുടെ യോഗത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പ്രതിഷേധമാണ് ഇവർ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ തങ്ങളെ യോഗത്തിലേക്ക് വിളിക്കാത്തതിലുള്ള പ്രതിഷേധവും അവർ അറിയിച്ചു. രേഖാമൂലം അവർ വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധ കുറിപ്പുമായാണ് ഇവർ ബൈജു കൊട്ടാരക്കര എത്തിയത്. പിന്നീട് അദ്ദേഹം പ്രതികരിച്ചത് ഈ കുറിപ്പ് കൈമാറിയതിനു ശേഷം തങ്ങളെ കൂടി വിളിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് നയരൂപീകരണ സമിതി അറിയിച്ചിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കാർ പറഞ്ഞു. എന്തായാലും ഒരു ചെറിയ പ്രതിഷേധം മാക്ടയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം തങ്ങളുടെ പ്രതിഷേധം ഒരു കുറിപ്പായി അറിയിക്കാൻ വേണ്ടി വന്നതാണെന്ന് മാത്രം. എന്നാൽ രൂപീകരണ സമിതിയുടെ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ച കഴിയും യോഗം തീരുമ്പോഴേക്കും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യങ്ങൾ, അവരുടെ പ്രതിനിധികൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറിപ്പായി തന്നെ രേഖപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കരടിൽ ഉൾപ്പെടുത്തും. കാരണം ഈ എല്ലാ സംഘടനയും എല്ലാ പ്രതിനിധികളെയും അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ ശേഷമാണ് ഈ ഒരു സിനിമാ നയത്തിൻ്റെ ഒരു കരട് തയ്യാറാക്കി ഈ ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിലേക്ക് സമർപ്പിക്കുക. സർക്കാർ ഈ കരട് സർക്കാരിൻ്റെ പരിഗണനയിൽ എത്തിയ ശേഷം മന്ത്രിസഭയാകും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക. മന്ത്രിസഭയുടെ പരിഗണനയിൽ എത്തിയ ശേഷം ആണ് സർക്കാരിൻ്റെ സിനിമാ നയം ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കപ്പെടുക. എന്തായാലും എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലുള്ളൊരു സിനിമാ നയത്തിനാണ് ഈ സിനിമാ നയരൂപീകരണ സമിതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ യോഗമാണ് കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബിനു. സർക്കാർ രൂപീകരിച്ച സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായിട്ടാണ് ചർച്ച. സിനിമാ കോൺക്ലേവ് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്ന് ഷാജി എൻ കരുൺ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൻ്റെ വാക്കുകളിലേക്ക്. ായിട്ടുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രതിനിധികളുണ്ട്, ചേംബറിൻ്റെയും
അല്ലേ സാർ? ചേംബറില്ല. അതുപോലെ ഓരോ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർന്ന് വരും ദിവസങ്ങളിൽ മറ്റ് ചർച്ചകൾ വിപുലമായ രീതിയിൽ തന്നെ പോകും. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്, അത്രേ ഉള്ളൂ. ക്ലൈമിൻ്റെ ഒന്നും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഇന്നിപ്പോൾ ഇവരുടെ ഒരു ഇതുണ്ട്. ഇനിയും സിനിമയിൽ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട്